2006 നിയമസഭ തെരഞ്ഞെടുപ്പ്. അപ്പോൾ അന്ന് ഇടതുമുന്നണിക്ക് മെജോറിറ്റിയായി VS അച്യുതാനന്ദൻ സത്യപ്രതിജ്ഞ ചെയ്തു. അന്നത്തെ ദിവസം സത്യപ്രതിജ്ഞ ചെയ്തു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും അന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ട് അന്ന് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലുള്ള ക്ലോക്ക് ടവറിൻ്റെ മുന്നിലുള്ള ഇപ്പറേ മറ്റേ ആസാദ് ഗേറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് ആ പുൽ മൈതാനത്ത് ഏഷ്യാനെറ്റിൻ്റെ ലൈവ് നടക്കുകയാണ്. അപ്പോൾ സമൂഹത്തിലെ വിവിധ മേഖലകളെ പ്രതിനിധീകരിച്ച് ഓരോരുത്തർ അന്ന് മാധ്യമ മേഖലയിൽ നിന്ന് ഏഷ്യാനെറ്റ് എന്നെയാണ് വിളിച്ചത്. ലൈവ് നീണ്ടു പോയി. അന്നുണ്ടായപ്പോൾ പിന്നെ മന്ത്രിമാർ ബേബി സുധാകരൻ VS അവരൊക്കെ ഒന്ന് സംസാരിച്ച് മന്ത്രിമാരാകാൻ പോകുന്നവർ അതല്ല മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തവരൊക്കെ സംസാരിച്ച് അത് സംസാരിച്ച് കഴിയുമ്പോൾ എൻ്റെ ഊഴം വന്നപ്പോഴത്തേക്കും ഞാൻ അതിനകത്ത് പറഞ്ഞ കാര്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ടതായി ഊന്നൽ കൊടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ കാലം ചെല്ലുന്തോറും ഇടതു മുന്നണിയും വലതു മുന്നണിയും തമ്മിലുള്ള വിടവിൻ്റെ വീതി കുറഞ്ഞു വരികയാണ്, ആ ഗ്യാപ്പ് കുറഞ്ഞു വരികയാണ് എന്ന് പറഞ്ഞു. ഇനി ഇത് എത്ര നാൾ കൊണ്ട് ഈ ഗ്യാപ്പ് ഇല്ലാതാകുമെന്ന് കണ്ടു തന്നെ അറിയണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു വലിയ പ്രവചന വിശാരദനൊന്നും അല്ല, പക്ഷേ എനിക്ക് തോന്നിയ രീതിയിലന്ന് ഞാനങ്ങ് പറഞ്ഞു. എനിക്ക് എൻ്റെ ഒരു ഗട്ട് ഫീലിംഗാണ് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞ് ലൈവ് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് MA ബേബി അവരെ അറിയാം. അപ്പോൾ ബേബി പറഞ്ഞു, ബേബി എൻ്റെ അടുത്ത് തർക്കിച്ച് ഒന്നും പറഞ്ഞത് ശരിയായില്ല, ഇപ്പടിയാണെന്നൊക്കെ പറഞ്ഞ് തർക്കിച്ച് ഞാൻ പറഞ്ഞത് എൻ്റെ ബോധ്യമാണ്. ബേബിക്ക് അങ്ങനെ അല്ല എന്നുള്ളത് നമുക്ക് എനിക്ക് തെറ്റ് പറ്റിയാൽ ഞാൻ നാളെ തിരുത്താം, ഞാൻ ബേബിയുടെ അടുത്ത് പറയാം, എനിക്ക് അന്ന് ഞാൻ പറഞ്ഞ തെറ്റായിപ്പോയി, നമുക്കൊരു 5 വർഷമോ 10 വർഷമോ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ അതിപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പിന്നെ നയങ്ങളിൽ എന്താണ് വ്യത്യാസം? ഇവർ കമ്മ്യൂണിസം പറയുന്നു, അവർ കമ്മ്യൂണിസം പറയുന്നില്ല എന്നുള്ളതാണ്. അല്ലാതെ നയപരമായ കാര്യങ്ങളിലും പിന്നെ സർക്കാരിൻ്റെ നിലപാടുകളിലുമൊക്കെ എന്താണ് UDFും LDFും തമ്മിലുള്ള വ്യത്യാസം? ഇപ്പോൾ വലിയ പിന്നെ കഴിഞ്ഞ ദിവസം മുഹമ്മദ് റിയാസാണെന്ന് തോന്നുന്നു, മുഹമ്മദ് റിയാസാണല്ലോ ഇപ്പം പിന്നെ ഗവൺമെൻറ്റിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും മുഹമ്മദ് റിയാസും AK ബാലനും പറയുന്നു. മുഹമ്മദ് റിയാസ് അത് നിങ്ങൾക്ക് എന്തോ ചോദ്യം ചോദിച്ചോ പറയാം, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതാണ്. CPM നിങ്ങൾ കരുതുന്ന പാർട്ടിയല്ല, അത് ഇടതുമുന്നണി അങ്ങനെയുള്ള പാർട്ടിയല്ല, അത് വേറെ പാർട്ടിയാണ്. എന്ത് വേറെ പാർട്ടി? എന്ത് വ്യത്യാസമുള്ളത്? അതും ഇതും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? റിയാസ് ചിലപ്പം ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ടാവും പിന്നെ വ്യത്യാസമുണ്ടെന്ന്. പക്ഷേ എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഞാൻ ഈ പണി തുടങ്ങിയിട്ട് ഇപ്പം പിന്നെ വളരെ ആക്റ്റീവായിട്ട് ചെയ്തിട്ട് തന്നെ ഞാൻ 10-33 വർഷം ചെയ്ത ആളാണ്. എനിക്കത് തുടക്കത്തിലൊക്കെ ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും. പക്ഷേ പിന്നീട് അങ്ങോട്ട് പോകും തോറും ഗവൺമെൻറ്റുകളുമായി ഗവൺമെൻറ്റിൻ്റെ ഇതിനകത്ത് കയറി ഒക്കെ ചെയ്ത് ആളുകളുമായി നേതാക്കന്മാരുമായിട്ടും മന്ത്രിമാരുമായിട്ടും അടുത്തിടപഴകൊക്കെ ചെയ്തപ്പോഴത്തേക്കും എനിക്കങ്ങനെ ഒരു വലിയ ഡിഫറൻസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അങ്ങനെയൊന്നുമില്ല. എന്ത് ഡിഫറൻസാണ് ഉള്ളത്? ഇവർ കുറച്ചുകൂടെ എന്താ പറയുന്നത്, കുറേ മാർക്സിസ്റ്റ് ഡിക്ഷണറിയിലുള്ള പദാവലികൾ പറയുന്നു. പിന്നെ സാമ്രാജ്യത്വം, പിന്നെ വിദേശ മൂലധനം, കുത്തക മുതലാളിത്തം. എന്ത് വിദേശ മൂലധനം? ഇപ്പോൾ പറയുന്ന കേട്ട് പിന്നെന്താ വിദേശ മൂലധനം ഞങ്ങൾ എതിരല്ലായിരുന്നു എന്ന് പറയുന്നു. ഇതൊക്കെ വിദേശ മൂലധനത്തിനകത്ത് എതിരായിട്ടൊക്കെ പറഞ്ഞവരൊക്കെ പിന്നെ പറഞ്ഞതിൻ്റെ രേഖകളില്ലേ? പിന്നെ കുത്തക മുതലാളിത്തം എല്ലാ മുതലാളി ഈ മുതലാളിത്തത്തിനെതിരെ പറയുന്നത്. കേരളത്തിലിപ്പോൾ ഒരുപാട് പിന്നെ സ്വർണ്ണക്കടകൾ, വലിയ എന്താ പറയുന്നത്, വലിയ തുണിക്കടകൾ, ഞാൻ പേര് പറയുന്നില്ല, വലിയ തുണിക്കടകൾ, വലിയ 4-5 നിലകളൊക്കെ ഉള്ള തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോട്ടുമൊക്കെ ഉള്ള പാവപ്പെട്ട വീടുകളിൽ നിന്നുള്ള പെൺകുട്ടികളാണ് ജോലി ചെയ്യുന്നത്. 5000, 6000, 7000, 8000 ഒക്കെ കിട്ടുന്നുണ്ട്. നിന്നാണ് ജോലി ചെയ്യുന്നത്. അവർക്ക് ബ്രേക്കില്ല, അവർക്ക് ഓഫില്ല, ശമ്പളമില്ല, ബെനഫിറ്റില്ല, PF ഇല്ല, ഗ്രാറ്റുവിറ്റി ഇല്ല. വേറെ എന്തൊക്കെ ഇല്ല എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്ന് അറിയില്ല. ഇവരെ സംഘടിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ഇവരെ സംഘടിപ്പിക്കാനോ ഇവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയോ ഈ പറയുന്ന പിന്നെ ഇടതുപക്ഷ പാർട്ടികൾ ആരെങ്കിലും രംഗത്ത് വന്നിട്ടുണ്ടോ? എൻ്റെ അറിവിലില്ല. കോഴിക്കോട് ഒരു പെണ്ണുമ്പിള്ള എങ്ങണ്ടാണ് ഈ മാളിൽ അവിടുത്തെ ഏതൊരു തുണിക്കടയിലെ പെണ്ണുങ്ങൾക്ക് ഇരിക്കാൻ സൗകര്യം, അവർക്ക് പ്രാഥമിക സൗകര്യങ്ങൾ നിർവഹിക്കാൻ സംവിധാനം വേണമെന്ന് പറഞ്ഞ് പോരടിക്കുകയും സമരം ചെയ്യുകയും ഇന്ന് സമരം ചെയ്യുകയൊക്കെ ചെയ്യും.
അവിടെ ആളുകൾ കൂടുക, എന്തോ ഒരു സംവിധാനമൊക്കെ ഉണ്ടായത്. അപ്പം എന്ത് മുതലാളിത്തത്തിനെതിരെ ചെറിയ മുതലാളിത്തവും വലിയ മുതലാളിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എല്ലാം മുതലാളിയല്ലേ, എല്ലാ മുതലാളിയുടെ സ്വഭാവവും പിന്നെ ഒന്ന് തന്നെ, കാശുണ്ടാക്കുക, ജോലി ചെയ്യണവരെ ചൂഷണം ചെയ്യുക എന്നുള്ളതല്ലേ, അല്ലാതെ അതിൽ വ്യത്യാസം വല്ലതും ഉണ്ട്? അതിലൊന്നും ഒരു അർത്ഥമില്ല. അതുകൊണ്ട് നമുക്ക് ഇപ്പം പിന്നെ ഈ നേരത്തെ പറഞ്ഞില്ല, കാലത്തിനൊത്ത മാറ്റമെന്ന് പറയാനായിട്ട് ഒരു കാര്യം, കെ.ബി. ഗണേഷ് കുമാർ മന്ത്രിയായി, ഡ്രൈവിങ്ങിൽ ചില പരിഷ്കാരങ്ങൾ, അത് കേന്ദ്ര മോട്ടോർ വെഹിക്കിൾസ് ആക്ട് ഭേദഗതി ചെയ്ത് അതിനൊരു നിയമമായിട്ട് വന്നു. അപ്പോൾ അതിനൊരു സിസ്റ്റം വരുന്നു, സ്വാഭാവികമായിട്ട് നടപ്പിലാക്കിയേ പറ്റൂ. ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കേന്ദ്ര നിയമം മോട്ടോർ വെഹിക്കിൾസ് ആക്ട് നടപ്പിലാക്കിയേ പറ്റൂ, അതിൽ മാറ്റമൊന്നും വരുത്താൻ പറ്റില്ല. ചെറിയ ചില്ലറ അതിനകത്തൊക്കെ പറ്റുള്ളൂ, അല്ലാതെ ഇത്തരം കാര്യങ്ങളൊന്നും മാറ്റം വരുത്താൻ പറ്റില്ല. അപ്പോൾ അത് സ്ട്രിക്റ്റായിട്ട് ഇവിടെ എൻഫോഴ്സ് ചെയ്യാൻ പോയി ഗണേഷ് കുമാർ നീങ്ങിയപ്പോൾ ആരാണ് ഏറ്റവും കൂടുതൽ എതിർത്തത്? ആദ്യം ഈ പറഞ്ഞ പോലെ ഈ ഡ്രൈവിംഗ് സ്കൂളുകാർ വന്ന്, നമുക്കറിയില്ല, നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ ചെന്ന് ഡ്രൈവിംഗ് പഠിച്ചാണ്, എന്ത് പഠിപ്പിക്കുന്നത്? ഒന്നും പഠിപ്പിക്കുന്നില്ല. വണ്ടി മുമ്പോട്ട് എടുക്കാൻ, ഇപ്പോൾ റിവേഴ്സ് എടുക്കാൻ പോലും പഠിപ്പിക്കുന്നില്ല. പൈസയും വാങ്ങിക്കുന്നുണ്ട്, ലൈസൻസ് എടുത്ത് കൈ തരും. ഈ പൈസയ്ക്ക് ലൈസൻസാണ് തരുന്നത്. അപ്പോൾ വണ്ടി ഇപ്പോൾ കൊച്ചിയിലോ കോഴിക്കോടോ തിരുവനന്തപുരത്തോ ഒരു 2 വീലറിലോ ഒരു കാറിലോ ഓടിക്കാൻ പറ്റാത്ത അവസരം. കാര്യം വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസരത്തിലാണ് റോഡ് റേജിൻ്റെ ഒരു പ്രശ്നങ്ങളാണ് നിറയെ. വണ്ടി നിയമങ്ങൾ അറിഞ്ഞൂടാത്ത, ട്രാഫിക് നിയമങ്ങൾ അറിയാത്ത ആളുകൾ തെക്ക് വടക്ക് പായുന്നു. ഇതിനൊരു ഒരു വ്യവസ്ഥ വേണ്ടേ? ഡ്രൈവിംഗ് പഠിപ്പിക്കുമ്പം സീബ്ര ലൈനിൽ നിർത്താൻ പാടില്ല എന്ന് പറയണ്ടേ? പിന്നെ വളവ് തിരിയുമ്പോൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല, പാരലൽ പാർക്കിങ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതൊക്കെ വേണ്ടേ? അത് അപ്പോൾ ഗണേശന് അത് ഡ്രൈവിംഗ് സ്കൂളുകൾ സമരം ചെയ്യുന്നു. ഡ്രൈവിംഗ് സ്കൂളുകാരുടെ സംഘടനയായിട്ട് പ്രതിനിധീകരിച്ച് ചർച്ചയ്ക്ക് വരുന്ന ഇളമരം കരീമാണ്. ഇളമരം കരീം എന്ന് പറഞ്ഞാൽ നടപ്പിലാക്കാൻ പറ്റില്ല. മുഖ്യമന്ത്രിയെ പോയി കാണുന്നു, അത് സ്റ്റോൾ ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. ഒരു കാര്യം, നല്ല കാര്യം ചെയ്യണ്ടേ? CITയുടെ നിലപാട് അതാണോ? ഡ്രൈവിംഗ് ലൈസൻസ്, പിന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിക്കേണ്ട എന്നുള്ളതാണോ പിന്നെ ഇത് CPMൻ്റെ നിലപാട്? അതാണോ? കാലത്തിനനുസരിച്ച് മാറണ്ടേ? അത് റോഡ് നിയമങ്ങൾ പാലിക്കപ്പെടണ്ടേ?